ഹായ് ഗായ്സ്, ഗ്ലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 11th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിങ്ങിൻ്റെ അവസാന ദിവസമാണെന്ന് നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 6 മത്സരാർത്ഥികളാണ്. ഈ 6 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പുറത്താകുമെന്ന് ഇതുവരെയും നിർവചിക്കാൻ സാധിക്കാത്ത ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നിൽക്കുന്ന മത്സരാർത്ഥികളെല്ലാം ചെറിയൊരു വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്താൽ മാത്രമേ മത്സരാർത്ഥി ആവത്തുള്ളൂ. അതോടൊപ്പം വരുമണിക്കുള്ള കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കായി തന്നെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാവിലെ 7 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അത് ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസ് ആദ്യം പതറിയെങ്കിലും പിന്നീട് നല്ല രീതിയിലൊരു മികച്ച മുന്നേറ്റം നടത്തി നൂറെ അട്ടിമറിച്ചുകൊണ്ട് 1ാം പൊസിഷനിൽ വന്നിരിക്കുകയാണ്. 43,321 വോട്ടാണ് ഷാനവാസ് നേടിയിരിക്കുന്നത്. 2ാം പൊസിഷനിൽ ആര്യനാണ് ഉള്ളത്. ആര്യൻ അട്ടിമറി മുന്നേറ്റം നടത്തിയാണ് 2ാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. നൂറയിൽ നിന്നാണ് തൻ്റെ 2ാം പൊസിഷൻ തിരിച്ചു പിടിച്ചത്. 43,200 എന്ന കൂറ്റൻ വോട്ട് നേടിയാണ് ആര്യൻ 2ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 3ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് അക്ബർ കയറി വന്നിരിക്കുകയാണ്. നൂറെ അട്ടിമറിച്ചുകൊണ്ടാണ് അക്ബർ 3ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 43,005 വോട്ടാണ് അക്ബർ നേടിയിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് അക്ബർ വമ്പിച്ചൊരു മുന്നേറ്റം നടത്തി മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 4ാം പൊസിഷനിലേക്ക് നൂറ് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നൂറ ഒരു ഘട്ടത്തിൽ 1ാം പൊസിഷൻ അർഹയായ ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം കുറഞ്ഞ രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ച് ഇപ്പോൾ 4ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ്. 42,990 വോട്ടാണ് നേടിയിരിക്കുന്നത്. 5ാം പൊസിഷനിൽ വേദലക്ഷ്മി തന്നെയാണ് തുടർന്ന്. വേദലക്ഷ്മി ഇത്തവണ ഡേഞ്ചർ സോണിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും മാറ്റങ്ങളുണ്ടാകാം. അതുകൊണ്ട് തന്നെ വരുമണിക്കുള്ള വോട്ടിംഗ് വളരെ നിർണായകമാണ്. വേദലക്ഷ്മിക്ക് ഇപ്പോൾ 42,643 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിന് ഇത്തവണ പുറത്ത് പോകുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരുമണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വേദലക്ഷ്മിയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 41,233 വോട്ടോട് കൂടി 6ാം പൊസിഷനിലാണുള്ളത്.